ദേ നോക്കിയേ. പ്രഗ്നൻസി സമയത്തെ നമുക്ക് കുറേ ഫുഡുകളോട് പെട്ടെന്നൊരു താല്പര്യം തോന്നും. അങ്ങനെയുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടാണ് ഹാപ്പി കപ്പ്. ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞാൻ വാങ്ങുന്ന ഐറ്റം സെയിം തന്നെ ആയിരിക്കും. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. ഒരു കഫേ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്താൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വരുന്നത് പനമ്പള്ളി നഗറിലാണ്, കൊച്ചിയിൽ. അത്രയും നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഫുഡ് വരണവരെ നമുക്ക് കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു സ്പേസാണ്. ഒരു ക്യാപ്പച്ചീനോയും വാങ്ങി, ഒരു ഷേക്കും വാങ്ങിച്ചു. എനിക്കറിയാം കേട്ടോ, പ്രഗ്നൻസി സമയത്ത് നമുക്ക് കോഫി കുടിക്കാൻ പറ്റില്ല. എനിക്കറിയാം, എനിക്ക് വേണ്ടി അല്ല കേട്ടോ, ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കിഡ്സ് മീലാണ് കേട്ടോ വാങ്ങിയത്, ആര്യന് വേണ്ടിയിട്ട്. അതിലുള്ളത് ഫ്രൈസ്, ചിക്കൻ നഗറ്റ്സ്, ഒരു ബ്രെഡ്, പിന്നെ പാസ്തയാണ്. പാസ്തയെന്ന് വെച്ചാൽ വെജ് പാസ്തയാണ്, പക്ഷെ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്. പക്ഷേ ആൾക്ക് തൊട്ടപ്പോഴത്തേക്കും ചൂടായിരുന്നു, അതത്ര അങ്ങോട്ട് പിടിച്ചില്ല സത്യത്തിൽ. ചിക്കൻ പാസ്ത ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. പക്ഷേ ഈ ഒരു മീൽസിൽ, കിഡ്സ് മീൽസിൽ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പാസ്ത ആയിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ ആര്യം തുടങ്ങി. പക്ഷെ നമ്മുടെ ഫുഡ് ഇതുവരെ എത്തിയില്ല കേട്ടോ, നമ്മളെടുക്കാൻ സമയമെടുക്കും. ഫ്രൈസ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു പ്രത്യേകതരം സന്തോഷമാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി. പക്ഷേ ഫ്രൈസ് അത്ര നല്ലതല്ല. പിന്നെ നഗറ്റ്സ് നല്ല ചൂടായിരുന്നു. ഞാൻ ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തി ഇതാ കഴിച്ചോന്ന് പറഞ്ഞപ്പം അന്ന് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നഗറ്റ്സ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടർ ഇതാണ് കേട്ടോ, ചിക്കൻ ബാർബിക്യൂ വിങ്സ്. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ് കഴിക്കുമ്പോൾ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ആകെ ആ സ്റ്റാർട്ടർ മാത്രമേ വാങ്ങിയുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ടുള്ള 2 ഡിഷാണ് വാങ്ങിയത്. ഇതാണ് കേട്ടോ എൻ്റെ കൺട്രി ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനാണ് വരുന്നത്, ഒരു വൈറ്റ് സോസൊക്കെ കൂട്ടി. ചേട്ടൻ വാങ്ങിച്ചത് ഗ്രിൽഡ് ചിക്കനാണ് വാങ്ങിയേക്കുന്നത്. ആ ഗ്രിൽഡ് ചിക്കൻ്റെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലെ ബേബിക്കോൺ എടുക്കാൻ വേണ്ടി ഒരാളെത്തി. ആരിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള വെജിറ്റബിളാണ് ബേബിക്കോൺ. പക്ഷേ അധികം കഴിക്കില്ല കേട്ടോ, വെജിറ്റബിൾസ് കഴിക്കും. സാലഡ് എടുത്തുകൊണ്ട് കാര്യം കഴിക്കുമെന്ന് വിചാരിക്കരുത്. ആകെ കഴിക്കണ വെജിറ്റബിൾ എന്ന് പറയുന്നത് ഈ ബേബിക്കോണും ക്യാരറ്റും മാത്രമാണ്. ഞാനും ആരും കൂടി ഷെയർ ചെയ്തിട്ട് എൻ്റെ പ്ലേറ്റ് നല്ല ക്ലീനാക്കി. പക്ഷേ എടുത്തത് പകുതിയായിട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, പാസ്ത. ആൾക്കത്ര പിടിച്ചില്ല. പക്ഷെ നമ്മുടെ പിള്ളേർ ബാക്കി വെക്കണ ഫുഡൊക്കെ വേറെ എങ്ങോട്ടും അല്ലല്ലോ, നമ്മൾ അമ്മാറോ വയറ്റിലേക്ക് തന്നെയല്ലേ പോണേ. ഒരു വിധത്തിൽ എനിക്ക് വയറ് അത്യാവശ്യം ഫില്ലായിരുന്നു, എങ്കിലും കളയാൻ തോന്നിയില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പാസ്ത എന്ന് പറയുന്നത്. അത് ഈ വൈറ്റ് ക്രീമും ഒക്കെ ആയിട്ട് വരുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. എൻ്റെ ട്രൈപോഡും കൈപ്പിടിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.